നമുക്ക് എന്തോ ചെറിയൊരു വോയിസ് ഇഷ്യൂ വന്നതായിരുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ജസ്റ്റ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു. ഒന്നാമത്തേത് GMAW പവർ സോഴ്സ് ഏതാണെന്നുള്ളതായിരുന്നു. ഏതാണ്? ഫ്ലാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ ഓക്കെ, ക്ലിയർ ആണോ? അല്ലെ, ഓഡിയബിൾ ആണോ? അല്ലെ, ഫ്ലാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ GMAW പവർ സോഴ്സ് ആയിട്ട് വരുന്നത്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? അവിടെ കോൺസ്റ്റന്റ് വോൾട്ടേജ് എന്നതാണ് അവിടെ മെയിൻ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. Then what is in by MIG welding? അത് മെറ്റൽ ഇനേറ്റ് ഗ്യാസ് വെൽഡിംഗ് ആണ്, അത് നമ്മൾ പറഞ്ഞു. MAG വെൽഡിംഗ് മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത്രയും എത്തിയപ്പോഴേ നമ്മുടെ വോയിസ് ബ്രേക്ക് ആയി പോയത്. അപ്പൊ ഇവിടെ നിന്ന് നെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം. MIG വെൽഡിംഗിൽ ഏത് ടൈപ്പ് ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് കാര്യം. MIG വെൽഡിംഗിൽ ഏത് ടൈപ്പ് ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുക? എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അത് കൃത്യമായി തന്നെ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന വെൽഡിംഗിന് എക്സാമ്പിൾ ഏതാ? നോൺ കൺസ്യൂമർ. ഓക്കെ, ടിഗ് വെൽഡിംഗ് ആണ് നോൺ കൺസ്യൂമർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് അതർ നെയിം ഓഫ് ഫോർ ഹാൻഡ് അല്ലെങ്കിൽ ഫോർ ഹാൻഡ് വെൽഡിംഗ് ടെക്നിക്കിന്റെ വേറെ ഒരു പേര് എന്താണ്? ഫോർ ഹാൻഡ് അല്ലെങ്കിൽ ഫോർവേഡ് വെൽഡിംഗ് ടെക്നിക്കിന്റെ വേറെ ഒരു പേര് ഇൻ GMAW. ഓക്കെ, പുഷിംഗ് ടെക്നിക് എന്നും കൂടെ അറിയപ്പെടാറുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് തിങ്. പുഷിംഗ് ടെക്നിക് എന്നറിയപ്പെടുന്ന വെൽഡിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, ഫോർ ഹാൻഡ് അല്ലെങ്കിൽ ഫോർവേഡ് വെൽഡിംഗ് ടെക്നിക് ആണ്. ഓക്കെ, ഫോർ ഹാൻഡ് തന്നെ വേറൊരു പേരും കൂടെ അറിയപ്പെടാറുണ്ട്, അതറിയാമോ? ഫോർ ഹാൻഡിനെ തന്നെ വേറൊരു പേരും കൂടെ അറിയപ്പെടാറുണ്ട് നോർമൽ വെൽഡിംഗ്. നോർമൽ വെൽഡിംഗ് ഡൗൺ ഹാൻഡ് പൊസിഷൻ അല്ലേ? ഡൗൺ ഹാൻഡ് ആണോ ബാക്ക് ഹാൻഡ് ആണോ? ഓക്കെ, ബാക്ക് ഹാൻഡ്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, what is the other name of backhand അല്ലെങ്കിൽ backward welding technique in GMAW? What is the other name of backhand അല്ലെങ്കിൽ backward welding technique by GMAW? ഏതാണ്? പുള്ളിംഗ് ടെക്നിക്. അപ്പോൾ പുഷിംഗ് ടെക്നിക് ഏതാണ്, പുള്ളിംഗ് ടെക്നിക് ഏതാണ്, അതിന്റെ അതർ നെയിംസ് എന്താണെന്ന് കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. Then what is the advantage of using backhand welding in horizontal position by CO2 welding? Arc and molten pool is clearly visible. What is the advantage of using backhand welding in horizontal position by CO2 welding? Arc and molten pool is clearly visible എന്നുള്ളതാണ് എന്തായിട്ട് വരിക? അവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നമ്മൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്താണ്? ഓൾറെഡി നമ്മൾ ലൈവ് സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അവിടെ നമുക്ക് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്താണ് കേട്ടോ. ഇതിന്റെ PDF ആവശ്യമുണ്ടോ? ഇതിന്റെ PDF ആവശ്യമുണ്ടോ? മീൻസ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമുള്ള PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഓക്കെ, ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ മെയിൽ ID കറസ്പോണ്ടിങ് മെയിൽ ID സെൻഡ് ചെയ്താൽ പോരെ? നിങ്ങൾ ആ രജിസ്റ്റർ ചെയ്ത മെയിൽ ID ഞാൻ സെൻഡ് ചെയ്ത് തന്നാൽ പോരെ? ഞാൻ ചെയ്തിട്ടേക്കാം. അത് ക്ലാസ് കഴിഞ്ഞ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ എല്ലാവർക്കും ചെയ്തിട്ടേക്കാം കേട്ടോ. ഓക്കെ, 1 and 2 ഒരുമിച്ച് ഒറ്റ ഫയലാണ്, അതുകൊണ്ടാണ് ഞാൻ മറ്റത് ഇടാത്ത, രണ്ടും ഒരുമിച്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്യൂറിംഗ് GMAW സ്പാറ്ററിംഗ് ഈസ് മോർ ഇൻ ദിസ് ടൈപ്പ് ഓഫ് മെറ്റൽ ട്രാൻസ്ഫർ. ഏത് ടൈപ്പ് മെറ്റൽ ട്രാൻസ്ഫർ പഠിച്ചപ്പോഴാണ് അവിടെ സ്പാറ്റർ കൂടുതൽ ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചത്? ഏതാണ്? ഗ്ലോബുലാർ ട്രാൻസ്ഫർ ആണ് അല്ലെ? ഓക്കെ, ഗ്ലോബുലാർ ട്രാൻസ്ഫർ ആണ്. ആദർശം നമ്മൾ അതിലേക്ക് വരികയാണ്. ഓക്കെ, ഗ്ലോബുലാർ ട്രാൻസ്ഫർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് in which type of metal transfer filler wire breaks away at the tip in MAG welding? അതായത് നമ്മൾ ഇതിലേക്ക് ടച്ച് ആവുന്ന സമയത്ത് എവിടെയാണ് ആ ഒരു ബ്രേക്ക് ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ എന്ത് തന്നെയാണ്? ഗ്ലോബുലാർ ട്രാൻസ്ഫർ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും ഡിപ് ട്രാൻസ്ഫർ, ഗ്ലോബുലാർ ട്രാൻസ്ഫർ, പൾസ് ടു ട്രാൻസ്ഫർ ഒക്കെ പഠിച്ചാണ്. നെക്സ്റ്റ്, which method of transfer is best for fine droplets in MIG welding? ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് പോകുന്നത് ഏതായിരുന്നു? ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് പോകുന്നത് ഏതായിരുന്നു? സ്പ്രേ ട്രാൻസ്ഫർ അല്ലെ? സ്പ്രേ ട്രാൻസ്ഫർ ആണ്. സ്പ്രേ ട്രാൻസ്ഫറിന്റെ വോൾട്ടേജ് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സ്പ്രേ ട്രാൻസ്ഫർ വോൾട്ടേജ്, സ്പ്രേ ട്രാൻസ്ഫർ വോൾട്ടേജ് ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇതാണ് 28 തൊട്ട് 32 വരെ. Then spray transfer requires high current. എത്രയാണ്? 28 തൊട്ട് 32 വോൾട്ട് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അതല്ല ശ്രീജിത്ത്, അവിടെ ചോദ്യം എന്താണ്? അതിലേക്ക് തൊട്ട്, അത് മീൻസ് എന്താ പറയാ, ആ മെറ്റലിലേക്ക് തൊടുന്ന സമയത്ത് ഡ്രോപ്പ് ആവുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പ്രേ ട്രാൻസ്ഫർ റിക്വയർസ് ഹൈ കറന്റ്, സോറി നോട്ട് കറന്റ്, വോൾട്ടേജ് 28 തൊട്ട് 32 വോൾട്ടേജ് വരെയാണ് വരിക.
Spray transfer is limited to flat and horizontal fillet position. ഇത് ജസ്റ്റ് നോർത്ത് വരുന്നുള്ള സ്പ്രേ ട്രാൻസ്ഫർ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ മാത്രമാണ്? ഫ്ലാറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ ഫില്ലറ്റ് പൊസിഷൻ ആണ്. ഈ ഫ്ലാറ്റ് പൊസിഷനിൽ മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുന്ന വേറെ ഒരു എന്താ പറയാ വെൽഡിംഗ് ടെക്നിക്കുകൾ പഠിച്ചിട്ടുണ്ട്. ഏതാണെന്ന് അറിയുമോ? ഫ്ലാറ്റ് ആൻഡ് ഹൊറിസോണ്ടലില് മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെൽഡിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? SAW ആയിരുന്നു അല്ലെ. സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആണ്, ഫ്ലാറ്റ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓർത്തിരിക്കുക, ഇടയ്ക്ക് ചോദ്യമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ്, ഗ്ലോബുലാർ ട്രാൻസ്ഫർ ഓക്കേഴ്സ് വെൻ ദ വോൾട്ടേജ് റേഞ്ചസ്. ഗ്ലോബുലാർ ട്രാൻസ്ഫറിൽ എത്രയാണ് വോൾട്ടേജ് റേഞ്ച് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 23 തൊട്ട് 27. നമ്മൾ 22 തൊട്ടാ പഠിച്ചു തുടങ്ങി അല്ലെ. 22 തൊട്ട് 16 to 22, 16 to 22. 16 to 22 ഏതായിരുന്നു? 16 to 22, 16 to 22 ഷോർട്ട് സർക്യൂട്ട്. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് 16 തൊട്ട് 22. ദെൻ 22 അടുത്ത ലെറ്റർ ആണ് 23. 23 തൊട്ട് 27 വരെ നെക്സ്റ്റ് ട്രാൻസ്ഫർ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഗ്ലോബുലാർ ട്രാൻസ്ഫർ. നെക്സ്റ്റ് 28 സ്റ്റാർട്ട് ചെയ്യാണ്. 28 തൊട്ട് 32 വരെ അടുത്തത് ഏതായിരുന്നു? ലാസ്റ്റ് 28 തൊട്ട് 32 വരെ ഏതായിരുന്നു? സ്പ്രേ ട്രാൻസ്ഫർ. ഓക്കെ. Then the voltage range of short circuit transfer, dip transfer ന്റെ വോൾട്ടേജ് എത്രയാ? 16 തൊട്ട് 20. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഡിപ് ട്രാൻസ്ഫർ, അത് കഴിഞ്ഞ് ഗ്ലോബുലാർ ട്രാൻസ്ഫർ, അത് കഴിഞ്ഞ് സ്പ്രേ ട്രാൻസ്ഫർ. ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടില്ലല്ലോ? ഓക്കെ, ഫസ്റ്റ് ഡിപ് ട്രാൻസ്ഫർ, ദെൻ ഡിപ്പ്, ദെൻ ഗ്ലോബുലാർ, ദെൻ സ്പ്രേ. അത് ആ ഓർഡറിൽ തന്നെ പഠിച്ചത്. ഓക്കെ, ദെൻ determine the type of metal transfer. Okay. To get more bead with CO2 welding, which is to be increased. CO2 welding നമുക്ക് ബീഡ് ഡെപ്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ചോദ്യം. നമ്മൾ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? ആർക്കിന്റെ വോൾട്ടേജ് ആണ് ഇൻക്രീസ്. ഓക്കെ. Then during GMAW process, current is controlled by. ഓക്കെ, നമ്മൾ കറണ്ട് കൺട്രോൾ ചെയ്യുന്ന എന്തിനാണ്? വയർ ഫീഡ് സ്പീഡ് ആണ്. ഓർത്തിരിക്കുക, ഡ്യൂറിംഗ് GMAW പ്രോസസ്സിന്റെ സമയത്ത് കറണ്ട് കൺട്രോൾ ചെയ്യുന്ന എന്തിനാണ്? വയർ ഫീഡ് സ്പീഡ് ആണ്. ഇത് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്, കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ്. നെക്സ്റ്റ്, ഇൻ GMAW പ്രോസസ് ദ വയർ ഫീഡ് സ്പീഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ GMAW പ്രോസസ് ദ വയർ ഫീഡ് സ്പീഡ് ഈസ് എക്സ്പ്രസ്ഡ് മീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, മീറ്റർ പെർ മിനിറ്റ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. നെക്സ്റ്റ്, ആസ് ദ പെർസെന്റേജ് CO2 ഇൻക്രീസ് ആർഗൺ മിക്സ്ചർ. CO2ന്റെ ആർഗണിലേക്ക് CO2 മിക്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഒരു ഗ്രാഫ് ഒക്കെ വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ് ബീഡ് കൂടുതൽ, എവിടെയാണ് പെനട്രേഷൻ കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ? പെനട്രേഷൻ അവിടെ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. നല്ല ബീഡ് കിട്ടിയതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. CO2ൽ അത്യാവശ്യം നല്ല ബീഡൊക്കെയാണ് കിട്ടുക. ബട്ട് എന്താണ്, ഇത് കെമിക്കലി ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ മീറ്റർ പെർ മിനിറ്റ് പറഞ്ഞ സമയത്താണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സ്പീഡ് റേഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്ര തൊട്ട് എത്ര വരെയാണ് പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? 1 to 25 അല്ലെ. 1 തൊട്ട് 25 മീറ്റർ പെർ മിനിറ്റ് വരെയാണ് നമ്മൾ എന്ത് പഠിച്ചത്? അതിന്റെ സ്പീഡ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതും കൂടെ നമ്മുടെ മെമ്മറിയിൽ ജസ്റ്റ് ഇപ്പൊ വരണം. ഓക്കെ, ആസ് എ പെർസെന്റേജ് ഓഫ് CO2 ഇൻക്രീസ് ദ ആർഗൺ മിക്സ്ചർ. അത് നമ്മൾ പറഞ്ഞു, വെൽഡ് പെനട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞു. The color of CO2 gas cylinder in mag welding process ഏതാണ്? ബ്ലാക്ക് വിത്ത് വൈറ്റ് നെക്ക് ആണ്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ അല്ലെ? CO2 ഗ്യാസ് സിലിണ്ടറിന്റെ കളർ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ബ്ലാക്ക് വിത്ത് വൈറ്റ് നെക്ക്. ബ്ലൂവിന്റെ കാര്യം നമ്മൾ എവിടെയോ പഠിച്ചത് ഓർമ്മയുണ്ടോ? ബ്ലൂ എന്ന് പറയുന്ന കളർ നമ്മൾ എവിടെയോ ഏതോ ഒരു സിലിണ്ടറിന്റെ എപ്പോഴോ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? ആർഗൺ സിലിണ്ടറിലാണ് നമ്മൾ എന്ത് വരുന്നത്? ബ്ലൂ കളർ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്, സിലിണ്ടർ കളർ ആണ്. In which state CO2 gas is stored inside the cylinder? ഓക്കെ, ഏത് ഫോമിലാണ് നമ്മൾ CO2 ഒരു സിലിണ്ടറിനുള്ളിൽ ഫോം ചെയ്യുക? ലിക്വിഡ് ഫോമിലാണ് സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഡ്രൈ ഐസും കൂടെ അറിയപ്പെടാണ്. ഓക്കെ, ഡ്രൈ ഐസ്. ഗ്രൂവ് ആംഗിൾ ഫോർ സിംഗിൾ ബി ബട്ട് ജോയിന്റ്. ഓൾമോസ്റ്റ് യെസ്. ഗ്രൂവ് ആംഗിൾ ഫോർ സിംഗിൾ ബി ബട്ട് ജോയിന്റ് ഇൻ കേസ് ഓഫ് CO2 വെൽഡിംഗ് ഈസ് എത്രയാണ്? 40 ഡിഗ്രി തൊട്ട് 45 ഡിഗ്രി വരെയാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത സമയത്ത് എല്ലാവർക്കും എനിക്കൊരു എന്താ പറയുക, കുറച്ച് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ലെഫ്റ്റ് വാർഡ് ടെക്നിക്കിന്റെ നമ്മൾ തിക്നെസ് 6 mm പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 6 mm. അത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ തോന്നുന്നു അല്ലെ?
ലെഫ്റ്റ് വാ ടെക്നിക്കില് നമ്മൾ മാക്സിമം അപ് ടു പറഞ്ഞിട്ട് നമ്മൾ 6 mm പഠിച്ചിട്ടുണ്ടായിരുന്നു. 6 mm ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആക്ച്വലി ആ വാല്യൂ എടുത്തത് ഏതാണ്? സ്റ്റീലിന്റെ 6 mm ആണ് ആസ് പെർ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ്. ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ 5 മാർക്ക് നിങ്ങൾ 6 തന്നെ ആൻസർ ചെയ്യാം. ഓക്കെ, മൈൽഡ് സ്റ്റീലല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരണ്ട കേട്ടോ. 6 mm റോങ് അല്ല, കറക്റ്റ് വാല്യൂ തന്നെയാണ്. ഓക്കെ, നോട്ട് ചെയ്തല്ലോ അല്ലെ? കാരണം ഒരു കോമൺ ഡൗട്ട് ആയിട്ട് വന്നുകൊണ്ടാണ് ഞാനത് മൊത്തത്തിൽ ഗ്രൂപ്പിൽ പറഞ്ഞത്. ചിലർ ചോദിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ് ടു 6 mm, അപ് ടു 6 mm. 6 mm മുകളിലോട്ട് നമുക്ക് റൈറ്റ് വേർഡ് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ നിമി ടെക്സ്റ്റ് ബുക്കിൽ 5 mm മേലോട്ട് റൈറ്റ് വേർഡ് യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരണ്ട എന്ന് വിചാരിച്ചു പറഞ്ഞാൽ. Next, for fillet weld lap joint in flat position on MS, it should be tack welded about every 75 mm. Okay, ഇവിടെ ഫില്ലറ്റ് വെൽഡിലെ എന്താണ് ടാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അവിടെ 75 mm ആയിരിക്കും ആൻസർ വരിക. നെക്സ്റ്റ്, which position normally used in thin sheet welding by CO2 process എന്നുള്ളതാണ് ചോദ്യം. അത് വെർട്ടിക്കൽ ഡൗൺ ആണ്. വെർട്ടിക്കൽ ഡൗൺ. ഓക്കെ, വെർട്ടിക്കൽ ഡൗൺ. Current and arc voltage of 0.8 mm diameter electron wire and for dip transfer എന്ന് പറഞ്ഞാൽ 90 ആംപിയർ ആൻഡ് 14 വോൾട്ട് ആണ്. Current and arc voltage of 0.8 mm diameter electron wire and for dip transfer. Dip transfer നമ്മൾ പഠിച്ചത് എവിടെ തൊട്ട് എവിടെ വരെയായിരുന്നു? നമ്മൾ 16 തൊട്ടിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഒരു കീയില് ഇതാണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. മേ ബി കാരണം നമ്മൾ ഇന്നലെ തന്നെ സ്റ്റിക്ക് ഔട്ട് ഡിസ്റ്റൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് എന്തായിട്ട് വരും? നമ്മൾ പ്രതീക്ഷിക്കാത്ത കീസിലേക്ക് വന്നേക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു 90 ആംപിയർ ആൻഡ് 14 ഏറ്റവും കൃത്യമായി അല്ലെങ്കിൽ നമ്മുടെ ടേബിളിന് ഏറ്റവും അടുത്തിരിക്കുന്ന വാല്യൂ ഏതാണെന്ന് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഇതല്ല എങ്കിൽ ഡിപ് ട്രാൻസ്ഫറിന്റെ വോൾട്ടേജ് നമുക്ക് അറിയാം. എത്രയാണ് ഡിപ് ട്രാൻസ്ഫറിന്റെ വോൾട്ടേജ്? എത്രയാണ് പറഞ്ഞിരുന്നത്? 16 തൊട്ട് 22 വരെയല്ലേ നമ്മൾ പഠിച്ചത് അല്ലെ? 16 തൊട്ട് 22. അപ്പൊ 16 ഉണ്ടെങ്കിൽ 16 തന്നെ ആൻസർ ചെയ്യുക. ഈ സപ്പോസ് 16 നിങ്ങൾക്ക് ഇല്ല, അതിന് തൊട്ടടുത്ത വാല്യൂ 14 ആണുള്ളത്, പിന്നെയുള്ള വാല്യൂ 22 റേഞ്ചിലാണെങ്കിൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്തോളാം? 14ലേക്ക് ആൻസർ കീയിലേക്ക് പോയിട്ടുണ്ടാവണം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിച്ച അതേ വാല്യൂ തന്നെ PSC ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചെറിയ വാല്യൂസിലേക്ക് വ്യത്യാസം വന്നേക്കാം. If the stick out of the electrode wire is CO2 welding for dip transfer mode is too short, the effect on welding നമ്മൾ പറഞ്ഞാണ്. എഫക്ട് give excessive spatter at the nozzle എന്നുള്ളതാണ് അവിടെ ആൻസർ. ഓക്കെ, ക്ലിയർ? give excessive spatter on the nozzle. എവിടെയാണ് നോസിൽ സ്പാറ്റർ? അപ്പൊ അവിടെ നോസിൽ ബ്ലോക്കേജ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് ദ കോണ്ടാക്ട് ട്യൂബ് ആൻഡ് ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ്. ഇതിനെ പറയുന്ന പേര് എന്തായിരുന്നു? എൻഡ് ഓഫ് ദ കോണ്ടാക്ട് ട്യൂബ് ആൻഡ് ടിപ്പ് ഓഫ് ദി ഇലക്ട്രോഡ് എന്തായിരുന്നു? സ്റ്റിക്ക് ഔട്ട് ഡിസ്റ്റൻസ് ആയിരുന്നു. സ്റ്റിക്ക് ഔട്ട് ഡിസ്റ്റൻസ് നമ്മൾ 2 വാല്യൂസ് ആണ് പ്രധാനമായിട്ടും പഠിച്ചത്. ഓർമ്മയുണ്ടോ ഏതൊക്കെയാണെന്നുള്ളത്? സ്റ്റിക്ക് ഔട്ട് ഡിസ്റ്റൻസ് 2 വാല്യൂ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു 2 വാല്യൂസ്? 6:13 ഉണ്ട്, ദെൻ 1. 6:13ന്റെ കൂടെ തന്നെ അതിന്റെ കണക്ടിങ് ഫാക്ട്സും കൂടെ എഴുതിയാൽ നമുക്ക് കുറച്ച് എളുപ്പം കിട്ടും. നമുക്ക് ഒരു മെമ്മറൈസ് ചെയ്യാൻ പറ്റും. 6:13 എന്താണ്? 13:25 എന്താണ്? 6:13 എന്താണ്? 13:25. 6:13 ഷോർട്ട് ആണ്. Then 30:25. Okay, good. ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. സ്റ്റിക്ക് ഔട്ട് ഫോർ ഡിപ്പ് ട്രാൻസ്ഫർ ആർക്ക്. സ്റ്റിക്ക് ഔട്ട് ഫോർ ഡിപ്പ് ട്രാൻസ്ഫർ. ഡിപ്പിൽ എന്ത് വരും? 6 തൊട്ട് 13 അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിൽ വരുന്നത് അല്ലെ? ഇനി ഈ പറയുന്ന 13:25 വരുമ്പോ അപ്പൊ ഏത് ട്രാൻസ്ഫർ വരുമ്പോൾ ആ സ്റ്റിക്ക് ഔട്ട് ഡിസ്റ്റൻസ് 13 തൊട്ട് 25ലേക്ക് പോവാം. 13:25 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് സ്റ്റിക്ക് ഔട്ട് ഡിസ്റ്റൻസ് പോകുന്നത് ഏത് മോഡ് ഓഫ് ട്രാൻസ്ഫറിലായിരിക്കും? സ്പ്രേ ട്രാൻസ്ഫറിലായിരിക്കും. വെരി ഗുഡ്. ഓക്കെ, സ്റ്റിക്ക് ഔട്ട് ഫോർ സ്പ്രേ ട്രാൻസ്ഫർ ആർക്ക് എന്ന് പറയുന്നത് 13 തൊട്ട് 25 വരെ. ഇൻ മിഗ് അല്ലെങ്കിൽ മാഗ് വെൽഡിംഗ് വൈ ദ ഫില്ലർ വയർ ഈസ് കോപ്പർ കോട്ടഡ്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. എന്തിനാണ്? റസ്റ്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫില്ലർ വയറിൽ കോപ്പർ കോട്ടിംഗ് ചെയ്യുന്നത്. വിച്ച് ഷില്ലിംഗ് ഗ്യാസ് ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ മിഗ് വെൽഡിംഗ് ഓഫ് കോപ്പർ ആൻഡ് അലൂമിനിയം? അത് ഒരു പ്രോപ്പർ ആൻസർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സ്റ്റെബിലൈസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊളംബിയ അങ്ങനെയുള്ള കുറെ മെറ്റീരിയൽസ് ആണ് വേറെയാണ് ആഡ് ചെയ്തത്. ഏതാണ്? വിച്ച് ഷില്ലിംഗ് ഹാസ് മോസ്റ്റ് മിഗ് വെൽഡിംഗ് ഓഫ് കോപ്പർ ആൻഡ് അലൂമിനിയം. കോപ്പർ ആൻഡ് അലൂമിനിയം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കി അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടും. ഫോർ ലോ അലോയ്ഡ് കാർബൺ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീൽഡിംഗ് ഗ്യാസ് ഇസ് യൂസ്ഡ്. ഇവിടെ എന്ത് വരും? ആർഗൺ ഓക്സിജൻ മിക്സ്ചർ വരും. മറ്റടുത്ത് നമുക്ക് ഹീലിയം വരും. കാരണം ഈ ഹീലിയവും ആർഗണവും നമ്മൾ ഈ പറയുന്ന പോലെ കുറെ കൺഫ്യൂഷൻ ചെയ്യുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ആ ഒരു കോമ്പിനേഷൻ നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ചിലപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ടേബിളിൽ നോക്കുമ്പോൾ തന്നെ കാണാം ഒരേ ടെക്സ്റ്റ് ബുക്കുകളിൽ പല സ്ഥലത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാം, അത് യൂസ് ചെയ്യാം എന്ന് പറയുന്നത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഒരു കൺഫ്യൂസിംഗ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു കോമ്പിനേഷൻ കൂടെ നോക്കിയിട്ട് വേണം അത് ആൻസർ ചെയ്യാൻ. ഇതൊരു PVQ ആണ്. ഷീൽഡിംഗ് ആസ് മോസ്റ്റ് സൂട്ടബിൾ മിഗ് വെൽഡിംഗോ കോപ്പർ ആൻഡ് അലൂമിനിയം സമയത്ത് ഹീലിയം ആണ് നമ്മുടെ കീ വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ് ആർഗൺ പ്ലസ് ഓക്സിജൻ മിക്സർ ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇനി നമ്മൾ വേറൊരു സ്ഥലത്ത് FCAW യൂസ് ചെയ്യുന്ന മിക്സർ ഏതായിരുന്നു? FCAW ആർഗണിന്റെ കൂടെ എന്താ? CO2 ആണ് അല്ലെ? അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു. കാരണം കാർബണും അല്ലെങ്കിൽ സോറി കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ആർഗണും തമ്മിലുള്ള മിക്സ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നതാണ് FCA ഫ്ലെക്സ് കോഡ് ആർക്ക് വെൽഡിങ്ങിലാണ്. അപ്പൊ അവിടെ നമുക്ക് CO2 പെർസെന്റേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര പെർസെന്റേജ് ഓർമ്മയുണ്ടോ? മാക്സിമം അപ് ടു 5% അല്ലേ? Okay, 5% ആണ് ഓർത്തേക്ക്. 20% അല്ല, 5%. 1 to 5%. Spatter loss can be minimized by using gas instead of CO2. Spatter loss can be minimized by using gas instead of CO2. Argon CO2 mixture ആണ് അവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരിക. Then in MIG അല്ലെങ്കിൽ MAG welding, when the arc voltage is low, what defects will occur in the weld metal? In MIG അല്ലെങ്കിൽ MAG welding, when the arc voltage is low, what defect will occur in the weld metal? ഏതാണ്? സ്പാറ്റർ ആണ്. സ്പാറ്റർ ഉണ്ടാവാനുള്ള ഒരുപാട് കാരണങ്ങൾ ഒന്ന് മാത്രമാണ് ഇവിടെ MIG and MAG welding വോൾട്ടേജ് കുറയുക. അണ്ടർകട്ട് ഡിഫക്ട്സ് ഇൻ CO2 വെൽഡിംഗ് ഈസ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ഒരു CO2 വെൽഡിംഗിൽ അണ്ടർകട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നത്? എന്താണ്? ഓക്കെ, ഇതൊരു നമുക്ക് കീ മിസ്റ്റേക്ക് ആണോ എന്ന് നമുക്ക് സംശയം തോന്നാം. ഓക്കെ, അണ്ടർകട്ട് കറണ്ട് കൂടാം. അതുപോലെ തന്നെ വെൽഡിംഗ് സ്പീഡ് ഹൈ വരുന്ന സമയത്ത് അണ്ടർകട്ട് പോസിബിലിറ്റി കുറവാണ് അല്ലെ? വെൽഡിങ്ങിന്റെ സ്പീഡ് ഇത് ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. കീ ഇതാണ് വന്നിരുന്നത്, പക്ഷെ ഇത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നിങ്ങൾ തൽക്കാലം നോട്ട് ചെയ്യണ്ട. കറക്റ്റ്. ടെസ്റ്റിലെ അണ്ടർകട്ടിന്റെ ഓക്കെ കറക്റ്റ് ആണ്. യെസ്, ഓക്കെ. CO2 വെൽഡിങ്ങിലാണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓൺലി സ്പീഡ് ടു ഹൈ തന്നെയാണ്. ഓക്കെ, കറക്റ്റ് ആണ്. സ്പീഡ് കൂടുമ്പോൾ അണ്ടർകട്ട് വരും. ഓക്കെ, then what will be the effect in contact by unstable arc? Will MIG അല്ലെങ്കിൽ MAG welding? What will be the effect in contact by unstable arc? Will MIG അല്ലെങ്കിൽ MAG welding? Contact tip is 1 out. Okay. Okay, ഇത് നോട്ട് ചെയ്തോളാം. അണ്ടർകട്ട് ഡിഫൻസ് CO2 വെൽഡിംഗ് ഈസ് ഡ്യൂ ടു വെൽഡിംഗ് സ്പീഡ് ടു ഹൈ തന്നെയാണ് ആൻസർ വരിക. വെൽഡിംഗ് സ്പീഡ് ടു ഹൈ തന്നെയാണ് ആൻസർ വരിക. ഓക്കെ, then what will be the effects in contact tip by unstable arc? Will MIG അല്ലെങ്കിൽ MAG welding? Contact tip is 1 out. ഓക്കെ, എനിക്ക് കുറെ പോയിന്റ്സ് പറയാനുള്ളതുകൊണ്ട് പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തത് കേട്ടോ. നമുക്ക് ആകെ ഒരു 1 hour കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഇൻക്രീസ് ദ പോസിബിലിറ്റി ഓഫ് ക്രാക്കിംഗ് ഇൻ വെൽഡ് ദ പ്രസൻസ് ഓഫ്. ഓക്കെ, എന്തിന്റെ പെർസെന്റേജ് ഉണ്ടാകുമ്പോഴാണ് ക്രാക്കിംഗ് പോസിബിലിറ്റി കൂടുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഏതായിരിക്കും? ഹൈഡ്രജൻ. ഓക്കെ, അറിയാവുന്ന കാര്യമല്ലേ? ലോങ് ആർക്ക് ലെങ്ത് ഈസ് കോസ് ഓഫ്. ലോങ് ആർക്ക് ലെങ്ത് കൂടി കഴിഞ്ഞാലുള്ള പ്രധാന പ്രശ്നം എന്താണ്? എക്സസീവ് സ്പാറ്റർ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. കാരണം ഷോർട്ട് ആർക്ക് അതുപോലെ തന്നെ ലോങ് ആർക്ക് ഇത് എങ്ങനെയാണ് എന്തിന്റെ ബേസിലാണ് ഒന്നിന് ലോങ് ആർക്ക് എന്ന് പറയുന്നത്, അതൊരു ഷോർട്ട് ആർക്ക് എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. നെക്സ്റ്റ്, എക്സ്പാൻഷൻ ഓഫ് ബേസ് മെറ്റൽ ഡ്യൂ ടു ഹൈ ഹീറ്റ് ഫ്ലോ കോസസ് ഡിസ്റ്റോർഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദ എക്സ്പാൻഷൻ ഓഫ് ബേസ് മെറ്റൽ ഡ്യൂ ടു ഹൈ ഹീറ്റ് ലോ. നമ്മൾ ഒരു ഇതിലേക്ക് ഹീറ്റ് ഫ്ലോ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഡിസ്റ്റോർഷൻ സംഭവിക്കും. ഓക്കെ, അപ്പൊ കാരണം നമ്മളിവിടെ ഈ പറയുന്ന പ്രീ ഹീറ്റിംഗും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെ ഉദ്ദേശമൊക്കെ എന്തായിരുന്നു? ഡിസ്റ്റോർഷൻ പ്രിവെൻഷൻ ആയിരുന്നു. ഡിസ്റ്റോർഷൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു തന്നെ നമ്മൾ സെക്ഷൻ വളരെ വെടിപ്പായിട്ട് തീർത്തതാണ്. അപ്പൊ എല്ലാവരും അത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്യും. കീ ഹോൾ ടെക്നിക്സ് ഗീവ്സ് ഗുഡ് പെനിട്രേഷൻ.
ഇൻ വിച്ച് പൊസിഷൻ റേറ്റ് ഓഫ് ഡിപ്പോസിഷൻ ഈസ് മോർ, ഫ്ലാറ്റ് അല്ലെങ്കിൽ ഡൗൺ ഹാൻഡ് പൊസിഷനിലാണ് എന്ത് സംഭവിക്കുക, ഡിപ്പോസിഷൻ റേറ്റ് മാക്സിമം കിട്ടുക എന്നും കൂടെ ഓർത്തിരിക്കുക. വിച്ച് ഇസ് ദ ഈസിയസ്റ്റ് വെൽഡിംഗ് പൊസിഷൻ, ഏത് തന്നെയാണ്, ഫ്ലാറ്റ് പൊസിഷൻ ആണ്, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ഒരു വെൽഡിംഗിലെ ഫ്ലക്സിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്, പ്രൊട്ടക്ട് ദ വെൽഡ് കൂൾ ഫ്രം അറ്റ്മോസ്ഫിയർ ആണ് കൃത്യമായ ആൻസർ, അതും വലിയ ബുദ്ധിമുട്ടില്ല. The value of deposition efficiency in GMAW process എത്രയായിരുന്നു? The value of deposition efficiency for GMAW process 93 തൊട്ട് 97. അപ്പൊ ഇവിടെ FCAW വാല്യൂ കൂടെ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എത്രയാന്ന് ഓർക്കുന്നുണ്ടോ? ഇതിന്റെ കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വാല്യൂ ആണ് FCAW-ന്റെ വാല്യൂ. എത്രയായിരുന്നു? 80 തൊട്ട് 86% FCAW-ന്റെ എഫിഷ്യൻസി. ഓർത്തിരിക്കുക, അത് വാല്യൂ ഡിപ്പോസിഷൻ എഫിഷ്യൻസി ഫോർ FCAW 80 തൊട്ട് 86%. ആസ് പെർ AWS കോഡിഫിക്കേഷൻ ഓഫ് ഇലക്ട്രോഡ് ER65S3 the number of 65 indicates. എന്താണ് ഈ 6.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നതായിരുന്നു. എന്തായിരുന്നു? ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മൂന്നാമത്തെ ലെറ്റർ 3 എന്താ മീൻ ചെയ്യുന്നത്? ലാസ്റ്റ് പറഞ്ഞെങ്കിൽ 3 എന്താ മീൻ ചെയ്യുന്നത്? 3 AWS ആണ്. കെമിക്കൽ കോമ്പോസിഷൻ ആണ് അല്ലെ, chemical composition. Am I right? Okay, good. Then in a welding process the electrode is non-consumable. എവിടെയാണ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. ഏതാണ്? GTW അല്ലെങ്കിൽ TIG welding. Okay. In the welding gas used to weld thin section of seamless steel, aluminum, copper alloys, etc. The welding process used to weld thin sections or stainless steel, aluminum, copper alloys. ഇതൊക്കെ നമുക്ക് എന്ത് വരും? GTAW will be the right answer. Best welding process for stainless steel ഏതാണ്? Best welding process for stainless steel ഏതാണ്? TIG welding. Okay, good. That is the most widely used stainless steel. Dash is the most widely used stainless steel. ഏതാണ്? Austenitic stainless steel ആണ്. ഇതിന്റെ ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? 18 ക്രോമിയം 8 നിക്കൽ അല്ലെ. Minimum percent chromium 12%. For what the reason of jig and fixture are used to hold the stainless steel plates in position during welding? എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജിഗ് ആൻഡ് ഫിക്സർ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്റ്റോർഷൻ. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ വേറൊരു കാര്യം കൂടെ യൂസ് ചെയ്യാറുണ്ട്. എന്താന്ന് ഓർമ്മയുണ്ടോ? ചിൽ പ്ലേറ്റ്സ് ഒക്കെ ഓർമ്മയുണ്ടോ? ചിൽ പ്ലേറ്റ്സ്, കോപ്പർ ചിൽ പ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. Low thermal conductivity property of stainless steel makes it difficult to weld. One of the methods used to overcome the above difficulty is clamp chill plates to the sheets to be welded. എന്തിനു വേണ്ടിയാ chill plates കൊടുക്കുന്നത്? Chill plates എന്തിനു വേണ്ടിയാ നമ്മൾ കൊടുക്കുന്നത്? Heat transfer increase ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? Columbium based stainless steel electrode is used to hold welding stainless joint. This will prevent. എന്ത് പ്രിവെന്റ് ചെയ്യാനാണ് കൊളംബിയം എന്ന് പറയുന്ന മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, രണ്ടായിട്ട് നമുക്ക് പറയാം. ലൈക്ക് റിൻഡോ പറഞ്ഞതുപോലെ നമുക്ക് കാർബൈഡിന്റെ റിമൂവൽ എന്നോ അല്ലെങ്കിൽ വെൽഡ് ഡീകേ എന്നോ എന്ന് പറയാം. എന്ത് കാർബൈഡ് അവിടെ വരുന്നത്? ക്രോമിയം കാർബൈഡ് അല്ലെ. Power supply for TIG welding of aluminum. It's very important, very important question ആണത്. Power supply for TIG welding of aluminum. AC welding. Okay. The melting point of pure aluminum. 650 ഡിഗ്രി ആണ്. ഒരു സമയത്ത് ഈ വാല്യൂ 650 എന്ന് പറയുന്ന വാല്യൂ ആൻസർ കീ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് 650 659 670 680 ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾ എന്ത് ആൻസർ ചെയ്യരുത്? ഇത് പോയി ആൻസർ ചെയ്ത് അവിടെ 659 തന്നെ ചെയ്തോളണം. ഇനി അതില്ല 650 750 850 എന്നൊക്കെ പറഞ്ഞ ആൻസർ കീ ആണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? 650 തന്നെ പോകും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ചിലപ്പോൾ റേഞ്ച് വരാം, അല്ലെങ്കിൽ എക്സാക്ട് വരാം. അപ്പൊ അത് നമ്മൾ കറക്റ്റ് നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ആൻസർ ചെയ്തോളണം. ബൈ ഹാർട്ടിംഗ് കൺസെപ്റ്റ് അല്ല ഇവിടെ നമ്മൾ പോകുന്നത്. ഓക്കെ, the current അല്ലെങ്കിൽ polarity used for TIG electrode for welding all material except aluminum and magnesium alloy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? DCSP or DCEN ആണ്. SP എന്ന് പറഞ്ഞാൽ straight polarity, EN എന്ന് പറഞ്ഞാൽ electronegative. രണ്ടും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ,
ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ടും ഒരേ സംഭവം തന്നെയാണ്. State why the machine used for TIG welding process is termed as dropping voltage type machines. എന്തുകൊണ്ടാണ്? They supply constant current to arc. Okay, they supply constant current to arc. ഇതുകൊണ്ടാണ് ഡ്രോപ്പിംഗ് വോൾട്ടേജ് ടൈപ്പ് അതിനെ എന്ത് പറയുന്നത്? ഡ്രോപ്പിംഗ് കാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നത്. കോൺസ്റ്റന്റ് കറന്റ് കാരക്ടറിസ്റ്റിക്സ്. ഡ്രോപ്പിംഗ് കാരക്ടറിസ്റ്റിക്സ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് CC, കോൺസ്റ്റന്റ് കറന്റ്. ഈ കോൺസ്റ്റന്റ് വോൾട്ടേജ് അറിയപ്പെടുന്ന വേറൊരു പേര് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അത്? ഫ്ലാറ്റ് കാരക്ടറിസ്റ്റിക്സ്. What is the purpose of water supply in TIG welding process? What is the purpose of water supply in TIG welding process? ഏതാണ്? Cooling the process. Okay, good. What is the temperature of arc in TIG welding? What is the temperature of arc in TIG welding? 3000 degrees Celsius. Almost. 3000 degree Fahrenheit ഒരു wrong answer ആവാനാണ് സാധ്യത. TIG വെൽഡിങ്ങിനകത്ത് തന്നെ 3000 ഡിഗ്രി ഒക്കെ വരില്ലേ? ഓക്കെ, 3000 ഡിഗ്രി ഫാരൻഹീറ്റ് കണ്ടിട്ടുണ്ട്, അത് ശരിയാണ്. ഇനി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ടങ്സ്റ്റൺ. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ടങ്സ്റ്റൺ 3380 ഡിഗ്രി അല്ലെങ്കിൽ 3410 ഡിഗ്രി. ഓക്കെ, 3380 അല്ലെങ്കിൽ 3410. കാരണം നമ്മുടെ നിമിയുടെ ടെക്സ്റ്റ് ബുക്കുള്ള ഈ ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും വലിയൊരു പ്രശ്നക്കാരനാണ്. കാരണം അത് ചില സ്ഥലങ്ങളിൽ റോങ് എൻട്രി ആണ് വന്നിരിക്കുന്നത്. ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് എവിടെയാണ്? ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റീരിയൽ ടങ്സ്റ്റൺ. നമുക്കറിയുന്ന വെൽഡിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ടങ്സ്റ്റൺ ആണ് നോക്കുന്നത്. The normal spark gap between tungsten electrode and the base metal is the normal spark gap between tungsten electrode and base metal 1.5 to 3 mm ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. Distance between the electrode tip and the root of the joint in TIG welding process എത്രയാണ്? 3 mm ആണ് നമ്മൾ നോർമലി കൊടുക്കുക. Distance between electrode tip and root of the TIG welding എന്ന് പറഞ്ഞാൽ 3 mm ആണ് ഒരു വാല്യൂ ആണ്. ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു PDF ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എത്രയാണ്? സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എത്ര വരും? 150 mm. Okay, then shape of tungsten electrode tip used for welding mild steel. മൈൽഡ് സ്റ്റീൽ ആണ് നമ്മൾ വെൽഡ് ചെയ്യുന്നതെങ്കിൽ ടങ്സ്റ്റൺ ഇലക്ട്രോഡിന്റെ ടിപ്പ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമ്മൾ രണ്ട് ടൈപ്പ് ടിപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് വരിക? പോയിന്റ് ടിപ്പ് വരും അല്ലെ? പോയിന്റ് ടിപ്പ് വരും. ഇനി എവിടെയാണ് നമ്മൾ അത് സർക്കുലർ പോലെ ആക്കുക? ഇങ്ങനെ വന്നിട്ടേ ഇങ്ങനെ നമ്മളൊരു സർക്കുലർ ആക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാ? If the diameter of tungsten electrode is less than 2.5 mm, then the conical length is approximately the diameter 2 times. Clear? If the diameter of tungsten electrode is less than 2.5 mm, the diameter of the tungsten electrode is less than 2.5 mm, then the conical length is approximately diameter 2 times ആയിരിക്കണം. Okay, then അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടി ഉണ്ട്. If the diameter of tungsten electrode is greater than 2.5 mm, the conical length is approximately 1.1 times the diameter. Okay, നിങ്ങൾ ഓർമ്മയുണ്ടോ ഇങ്ങനെ ഒരു ലാസ്റ്റ് ഈ പോയിന്റിന്റെ അവിടെ എങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഇതല്ലോ ഇങ്ങനെ തന്നെയാണല്ലോ വരിക. 2.5, അതായത് ഇവിടത്തെ ഡിസ്റ്റൻസ് ആ പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഇല്ല, അതും ഇത് കൂടുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ മുകളിലോട്ട് പോകല്ലേ ചെയ്യാം. ക്ലിയർ അല്ലേ? കറക്റ്റ് അല്ലേ? തോറിയം പ്രസന്റ് ഇൻ തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്സ്. തോറിയം എത്ര പെർസെന്റേജ് ഉണ്ടാവും എന്നുള്ളതാണ്. നോക്കാം കേട്ടോ, അതിൽ പോയിന്റ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നോക്കാം. തോറിയം പ്രസന്റ് ഇൻ തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് 1 to 2% അല്ലെ? 1 to 2%. ഇതിന് കറസ്പോണ്ടിങ് കളറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടല്ലോ. 2% ആണ് ഏത് കളറാ വരിക? 2% ആണെങ്കിൽ എന്ത് കളറാണ് വരിക? റെഡ് കളർ അല്ലെ?
Which part is used to direct flow of shielding gas in TIG welding process? Which part is used to direct flow of shielding gas? Direct flow of shielding gas. Direct flow of shielding gas. Gas nozzle varum, gas lens varum. From your memory. Nozzle, le. Okay. Gas lens endine vendita use cheyunne? Gas lens endine venditana use cheyunne? It's for long extension, le. Clear? ഏത് മെറ്റീരിയൽ കൊണ്ടുള്ള നോസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നോസിലിന്റെ മെറ്റീരിയൽ ഏതായിരിക്കും? Ceramic. In TIG welding, the gas nozzle of the torch is made of ceramic. Name the part where we hold the TIG welding torch during welding. Okay. In which part the TIG welding torch fix the tungsten electrode? In which part of TIG welding torch the fix the tungsten electrode? അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ കുറച്ചൊരു ക്വാളിറ്റി ആൻസർ ആയിരുന്നു. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? Okay. Which of the following factors to be considered while choosing TIG welding torch? Current carrying capacity ആണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വെൽഡ് ടോർച്ച് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുക എന്നും കൂടെ ഓർമ്മിക്കുക. What is the angle range of TIG welding torch position during welding? 60 to 75 degree ആണ് key ആയിട്ട് വന്നിരിക്കുന്നത്. 60 degree to 75 degree. Then the function of high frequency unit in TIG welding. The function of high frequency unit in TIG welding is the initiate arc without touching the electrode tip on the job എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. To initiate the arc without touching the electrode tip on the job. What is the purpose of inert gas used in TIG welding process? To protect the molten metal and tungsten electrode from the atmospheric contamination ആണ്. അത് പിന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചോദ്യമാണ്. Electrode negative is preferred in TIG welding with the DC current. What happen if electrode positive is used? നമ്മൾ ഇലക്ട്രോണിന്റെ സ്ഥലത്ത് പോസിറ്റീവ് കൊടുത്തത് സംഭവിക്കും, അവിടെ ആയിരിക്കും എന്ത് സംഭവിക്കുക, കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക. അപ്പൊ എന്ത് സംഭവിക്കും? പ്യുവർ പെനട്രേഷൻ ഉള്ള സാധ്യതയായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അതുപോലെ തന്നെ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? EN പ്രിഫർ ചെയ്യുക. ഇലക്ട്രോൺ നെഗറ്റീവ് പ്രിഫർ ചെയ്യുന്നതിന്റെ പ്രധാന കാര്യം അത് തന്നെയാണ്. ഓക്കെ, ക്ലിയർ. ഇലക്ട്രോഡ് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് സംഭവിക്കും? അവിടെ ആയിരിക്കും കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക. അപ്പൊ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം. What is an inert gas used in TIG welding? What is an inert gas used in TIG welding? Okay, ഏതും നമുക്ക് യൂസ് ചെയ്യാം, പല മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതായിരുന്നു? മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഏതാണ്? മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആർഗൺ ആണ് അല്ലെ? ഡാഷ് ഗീവ് സ്റ്റേബിൾ ആർക്ക്. ആർഗൺ നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ കാരണം പ്രധാനമായിട്ടും സ്റ്റേബിൾ ആർക്ക് കിട്ടും എന്നുള്ളതാണ്. ആർഗണിന്റെ കളർ നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്ലൂ ഇൻ കളറാണ്. ഓക്കെ, അപ്പൊ പിന്നെ വേറെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്, ആർഗൺ കമ്പയർ ടു എയർ ആണെങ്കിൽ ഹെവിയർ ആണെന്നാണ് പറയുന്നത്. ഹീലിയത്തിന്റെ കാര്യം പറയുകയാണെങ്കിലോ, ഹീലിയം 10 times ലൈറ്റർ ആണെന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, ഹീലിയം ലൈറ്റർ ആണ്, ആർഗൺ ഹെവിയർ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? Then name the instrument used to indicate flow rate or shielding gas. Name the instrument used to indicate flow rate of shielding gas. Okay, atomic weight ഷമീർ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 40 for argon, 4 for helium. Good ഷമീർ. 40 for argon, 4 for helium. Okay. Then name the instrument used to indicate flow rate or shielding gas. ഏതാ വരിക? Flow meter. Okay. To adjust the gas pressure, dash is used. ഏതാ യൂസ് ചെയ്യുന്നത്? To adjust the gas pressure, dash is used. To adjust the gas pressure, dash is used.
ഗ്യാസ് റെഗുലേറ്റർ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ. വാട്ട് മെറ്റൽസ് ക്യാൻ ബി വെൽഡഡ് ബൈ TIG welding പ്രോസസ് എലോൺ? ഇല്ല, പ്രഷറിന്റെ കാര്യം പറയുമ്പോൾ റെഗുലേറ്റർ അല്ലേ വരുള്ളൂ. വിച്ച് മെറ്റൽസ് ക്യാൻ ബി വെൽഡഡ് ബൈ TIG welding പ്രോസസ് എലോൺ? ഇത് വരും നിക്കൽ ആൻഡ് ടൈറ്റാനിയം. ഓക്കെ, എലോൺ എന്ന് പറയുന്നത് കൊണ്ടാണ് നിക്കൽ ആൻഡ് ടൈറ്റാനിയം ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഓപ്ഷൻസ് നോക്കി തന്നെ അത് ആൻസർ ചെയ്യാൻ, കാരണം ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസിന് മുമ്പ് ഉണ്ടാവും. ബട്ട് നമ്മൾ ഒന്ന് പഠിച്ചത് കൊണ്ട് ഇനി നമുക്ക് ആ ഓപ്ഷൻസിലേക്ക് മാത്രം പോയാലാണ് നമുക്ക് അത് തീരുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇൻ TIG welding നോ സ്ലാഗ് നോ സ്പാറ്റർ. ക്ലിയർ ആണല്ലോ? ഇൻ TIG welding നോ സ്ലാഗ് നോ സ്പാറ്റർ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? What is the effect if the tungsten electrode tip melts and deposit on the weld metal? എന്ത് സംഭവിക്കും? കണ്ടാമിനേഷൻ വെൽഡ് മെറ്റൽ ആണ് അതിന്റെ കോസ് ആയിട്ട് വരും. കോസ് അല്ല, അതിന്റെ റിസൾട്ട് ആയിട്ട്. പർജിങ് is a common term related to TIG welding. Okay. Which one is very suitable cutting for non-ferrous metals and alloys? Non-ferrous metals and alloys കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് പ്ലാസ്മ ആർ കട്ടിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. പ്ലാസ്മ ആർ കട്ടിംഗ് പ്രോസസ്സിൽ നമ്മൾ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാ? ടങ്സ്റ്റൺ തന്നെയാണ് അല്ലേ? ഓക്കെ, ഗുഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കട്ടിംഗ് മെത്തേഡ് ഈസ് സൂട്ടബിൾ ഫോർ കട്ടിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ? സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ട് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? പ്ലാസ്മ ആർക്ക് കട്ടിംഗ് പ്രോസസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇൻ പ്ലാസ്മ ആർ കട്ടിംഗ് പ്രോസസ് ഫോർ ഓൾ ദി കട്ടിംഗ് ഗ്യാസ് അതർ ദാൻ കംപ്രസ്ഡ് എയർ the non-consumed electrode material is ഏതായിരിക്കും? in plasma arc cutting process for all the cutting gases other than compressed air, the non-consumed electrode material is tungsten with 2% thorium ആയിരിക്കുമെന്ന് ഓർമ്മയിൽ ഉണ്ടാവുക. in plasma arc cutting process when compressed air is used as cutting gas, the electrode is helium അല്ലെങ്കിൽ zirconium. ഓക്കെ, ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? എല്ലാം മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടോ? മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Okay, good. Okay, then submerged arc welding can done only in flat അല്ലെങ്കിൽ horizontal position ആണ് നമ്മൾ ഓർത്തിരിക്കുക. The type of filler metal used in submerged arc welding is ഏത് ടൈപ്പ് ഫില്ലർ മെറ്റൽ ആണ് നമ്മൾ യൂസ് ചെയ്യുക? ഫില്ലർ മെറ്റൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫില്ലർ ഫ്ലെക്സ് കോഡ് ആയിരിക്കോ ബെയർ ആയിരിക്കോ എന്നൊക്കെയാണ് ചോദ്യം. ബെയർ വയർ ആണ് അല്ലെ? ബെയർ വയർ ആയിരിക്കും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുക? ഫില്ലർ മെറ്റൽ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അവിടുത്തെ ഫ്ലെക്സ് എന്താണെന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫ്ലെക്സ് ഏത് ടൈപ്പ് ഫ്ലെക്സ് ആണ് യൂസ് ചെയ്യാം? ഏത് ടൈപ്പ് ഫ്ലെക്സ് ആണ് കൂട്ടി ചെയ്യുക? ഗ്രാനുലാർ ടൈപ്പ് ഫ്ലെക്സ് ആണ് കൂട്ടി ചെയ്യുക. ഇതുകൊണ്ട് തന്നെ ഹിഡൻ ടൈപ്പ് ഓഫ് ആർക്ക് ജനറേറ്റ് ചെയ്യുന്ന വെൽഡിംഗ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരിക? SAW will be the right answer. Which one of the operation is not controlled by semi-automatic SAW? Which one of the operation is not controlled by semi-automatic SAW? ഏതാണ്? ട്രാവൽ സ്പീഡ് ആണ് നമുക്ക് സെമി ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. Thermite welding is a form of dash type of welding. ഏത് ടൈപ്പ് വെൽഡിംഗ് ആണ്? thermite welding എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ വെൽഡിങ്ങിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങുകൾ ഏതൊക്കെയാന്ന് പറയാമോ? സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങുകൾ, സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ്. ഓക്കെ, ഫ്രിക്ഷൻ വെൽഡിംഗ് ഒരു എക്സാമ്പിൾ ആണ്. ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഗുഡ്. Okay, then it is a process. Okay, explosive. അതായത് എന്താ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മെയിൻ ചെയ്യുന്നത്? അത് ഈ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മെയിൻ ചെയ്യുന്നത്? ഓക്കെ, വെൽഡ് പൂൾ ഉണ്ടാവോ അവിടെ? വെൽഡ് പൂൾ അവിടെ ഉണ്ടാവോ? ഉണ്ടാവില്ല. അത്രയും നിങ്ങൾ മീൻ ചെയ്താൽ മതി. ഓക്കെ, ഫ്യൂഷൻ അതായത് ഒരു വെൽഡ് പൂളോ അല്ലെങ്കിൽ വെൽഡ് പടിലോ ഒന്നും എന്തുണ്ടാവില്ല? കുടിൽ എന്നാണ് പറയുക അല്ലെ? വെൽഡ് കുടിലോ ഒന്നും എന്തുണ്ടാവില്ല അവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് പ്രൊഡ്യൂസസ് മോൾട്ടൺ അയൺ ഇന്റൻസ് ഹീറ്റ് ബൈ ഇഗ്നിഷൻ ഓഫ് എ മിക്സ്ചർ ഓഫ് അയൺ ഓക്സൈഡ് ആൻഡ് അലുമിനിയം പൗഡർ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡാഷ്. ഏതാണ്? തെർമിറ്റ് വെൽഡിംഗ്. ഇപ്പൊ തെർമിറ്റ് വെൽഡിംഗ് നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു. ഏതൊക്കെയാണ്? അയൺ ഓക്സൈഡും പറഞ്ഞു, അലൂമിനിയം പൗഡർ പറഞ്ഞു. ഐ ജസ്റ്റ് വാണ്ട് ടു നോ ദ പ്രൊപ്പോർഷൻ. അയൺ ഓക്സൈഡ് എത്രയുണ്ട്? അലൂമിനിയം 5:8 or 8:5? Okay, 8:5 അല്ലെ? 8 part of iron 5 part of aluminum ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ?
കാരണം അത് നമ്മളെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അത് എങ്ങനെയാണ് ആ പ്രൊപ്പോർഷൻ വന്നിരിക്കുന്നത് എന്ന് നോക്കി മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ. ഒറ്റയടിക്ക് കയറി 5:8 എന്ന് ചെയ്യരുത്. ഇത് തന്നെ 3:1 എന്ന രീതിയിലും കണ്ടിട്ടുണ്ട്. 3:1 എന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ then in thermal welding frequently used ignition powders. ഇഗ്നിഷൻ പൗഡർ ആയിട്ട് യൂസ് ചെയ്യുന്ന കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ബേരിയം പെറോക്സൈഡ് ആണ് ആൻസർ. In welding process used to weld in rails of train track ends. ഏതാണ്? നമ്മൾ നോർമലി ഇതിന്റെ ആപ്ലിക്കേഷൻ പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് റെയിൽസ് ആൻഡ് ട്രെയിൻ ട്രാക്ക് ഒക്കെയാണ് എന്ത് ചെയ്തത് തെർമിറ്റ് വെൽഡിങ്ങിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. Then what is the temperature of thermite weld? Thermite welding ന്റെ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി ആണെന്ന് ചോദിക്കാറുണ്ട്. എത്രയാണ്? 2760 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2760 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഫാരൻ ഹീറ്റിലും കൂടെ വരാറുണ്ട്. എത്ര ഡിഗ്രി ഫാരൻ ഹീറ്റ് ആയിരുന്നു? എത്ര ഡിഗ്രി ഫാരൻ ഹീറ്റ്? 5000 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് അവിടെ. വിച്ച് വൺ ഓഫ് ദ ജോയിന്റ് ഈസ് യൂസ്ഡ് ഇൻ തെർമിറ്റ് വെൽഡിംഗ്? ബട്ട് ജോയിന്റുകളാണ് കൂടുതലായിട്ട് നമുക്ക് തെർമിറ്റ് വെൽഡിങ്ങിന് യൂസ് ചെയ്യാറുള്ളൂ. കാരണം നേരെയുള്ള കണക്ഷൻസ് ആണ് വരിക. റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ തെർമിറ്റ് വെൽഡിംഗ്. ഒരു തെർമിറ്റ് വെൽഡിംഗിന് ഉണ്ടാവുന്ന റിയാക്ഷൻ ഏതാണ്? എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്ന് പറഞ്ഞാൽ മതി. ഏതാണ് വരിക? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. കാരണം എന്താണ്? ഇവിടെ ആ പ്രോസസ് ഉണ്ടാവുന്ന സമയത്ത് പുറത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ഹീറ്റ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? എൻഡോതെർമിക് എന്ന് പറയാം അല്ലെ. Next, in electroslag welding, plates to be joined are kept in. In electroslag welding, plates to be joined are kept in. ഏതാണ്? In electroslag welding, plates to be joined are kept in. It's in vertical position. Okay, good. Which one of the modern process is suitable for welding of thicker section in a single pass in vertical position? ഏതാണ്? Electroslag welding will be the right answer. ഓക്കെ, എത്രയായിരുന്നു മിനിമം തിക്നെസ് ഇവിടെ വന്നിരുന്നത്? ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് നമ്മൾ എത്രയ്ക്ക് മുകളിലോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എബോവ് 25 mm ഒക്കെയാണ് നമ്മൾ കൂടുതലും ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് പ്രിഫർ ചെയ്യുന്നത്. ഇൻ ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് മോൾട്ടൺ സ്ലാഗ് പൂൾ ഈസ് ഡാഷ് 1650 ഡിഗ്രി ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്നർ ഉള്ളിൽ എത്രയുണ്ടാവും? ഇന്നർ പാർട്ടിൽ എത്രയുണ്ടാവും? 1930 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഒരു വർഷം പോലെ നമ്മൾ പഠിക്കാൻ വന്ന സാധനം. ഓക്കെ, മോൾട്ടൺ സ്ലാഗിന്റെ പൂളിന്റെ ഉള്ളിൽ 1930 ഡിഗ്രി, ആൻഡ് ഔട്ടർ സർഫേസിൽ 1650 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവും. ഇനി ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് there are shoes which confine the molten slag and molten metal. What are these shoes are made of? ഏതാണ്? എന്ത് ഷൂസ് അവിടെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഫിഗർ ഒക്കെ വെച്ച് പഠിച്ചാണ്. കോപ്പർ ഷൂസ് ആയിരിക്കും യൂസ് ചെയ്യാം. ഫങ്ഷൻസ് ഓഫ് കോപ്പർ ഷൂസ്. ഫങ്ഷൻസ് ഓഫ് കോപ്പർ ഷൂ ആക്സലറേറ്റ് സോൾഡിഫിക്കേഷൻ ഓഫ് വെൽഡ് മെറ്റൽ എന്നുള്ളതാണ് പ്രധാനമായിട്ടും കോപ്പർ ഷൂവിന്റെ ഉദ്ദേശം. കാരണം എന്താണ്? അവിടെ കൂളിംഗ് വാട്ടർ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പെട്ടെന്ന്, അതായത് ഇതിങ്ങനെ വെൽഡിങ് വെർട്ടിക്കൽ പൊസിഷനിൽ വെൽഡ് ചെയ്ത് പോകുമ്പോൾ താഴെയുള്ള സാധനം എന്ത് ചെയ്യും വേണം? ഡ്യൂറിംഗ് ദ ടൈം ഓഫ് വെൽഡിങ് സോൾഡിഫൈ ആവുകയും വേണം. ഓക്കെ, ഫ്രിക്ഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് വെൽഡിംഗ് ആണെന്നുള്ളതാണ് ചോദ്യം. സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിന് എക്സാമ്പിൾ. ലേസർ ബീം വെൽഡിംഗ് യൂസസ് ഡാഷ് എനർജി. ഏതാണ്? ലേസർ ബീം വെൽഡിംഗ് യൂസ് ചെയ്യുന്ന എനർജി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ലേസർ ബീം വെൽഡിംഗിൽ ഓക്കെ കൈനറ്റിക് എനർജി യൂസ് ചെയ്യുന്നില്ലേ? കൈനറ്റിക് എനർജി, സ്പീഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ. ഇലക്ട്രോൺ ബീം വെൽഡിംഗ്, ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. ഇലക്ട്രോൺ ബീം വെൽഡിംഗിൽ ഏത് എനർജിയാണ് യൂസ് ചെയ്യുക? ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. അവിടെ വെലോസിറ്റി എത്ര വരും എന്ന് പറഞ്ഞേ? വെലോസിറ്റി എത്ര വരുന്നു എന്ന് പറയുന്നത് നമ്മളൊരു കാഥോഡ് ആനോഡ് സെറ്റപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോൺ ബീമിൽ വാക്വത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞത് 600 170 ആയിരുന്നു. അറിയണ്ടോ? എത്രയായിരുന്നു? നോട്ട് അതല്ല പറയുന്നത്. ഓക്കെ, ഓക്കെ ഓർമ്മയുണ്ടോ? ഇവിടെ കുറച്ചൊരു നമുക്കൊരു എന്താ പറയാ മെമ്മറി കുറച്ച് പ്രശ്നം വരുന്ന ഏരിയ ആണ്. ഇത് തെറ്റാണ്. കൈനറ്റിക് എനർജി അല്ല, ഇവിടെ ലൈറ്റ് എനർജി വരും.
ലേസർ ബീം വെൽഡിങ്ങിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? Light energy. Okay. In laser beam welding, dash are used to reflect the light. Laser beam welding le nammal light reflect cheyan vendi use cheyyunnda mirrors aayirikkum use cheya. Okay. Which is used to focus the beam in laser beam welding. This is used to focus the beam ne focus cheyan vendi use cheyyunnathu lens are. One of the most widely used gas laser. One of the most widely used gas laser, CO2 laser. Okay. Which of the following welding process is used for welding costly metals such as titanium, molybdenum, tungsten, etc. ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് വരിക. ഓക്കെ, ഇപ്പൊ ദ ഷീൽഡ് അഗൈൻസ്റ്റ് റേഡിയേഷൻ ഹസാർഡ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്വം ആയിരിക്കും ഇവിടുത്തെ ഷീൽഡ് ആയിട്ട് വരിക. കാരണം വാക്വമിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രോൺ ബീം വെൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യുക എന്നും കൂടെ ഓർത്തിരിക്കുക. വിച്ച് വെൽഡിംഗ് പ്രോസസ് ഹാസ് ഹൈ വെലോസിറ്റി ഇലക്ട്രോൺ സ്ട്രൈക്ക് ദ വെൽഡിംഗ് സർഫേസ് ഓഫ് ദി ജോബ്? Which welding process has high velocity of electron strike the velocity surface of the job? Electron beam welding will be the right answer. In electron beam welding, electrons are emitted from heated filament is called. In electron beam welding, electrons are emitted from heated filament is called. ഏതാണ്? കാഥോഡ്. ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഫാസ്റ്റ് മൂവിംഗ് ബീം ഓഫ് ഇലക്ട്രോൺസ് ആർ ഫോക്കസ്ഡ് ഓൺ. എവിടേക്കാണ് ഇത് ഫോക്കസ് ചെയ്യാനുള്ളത്? എവിടേക്കാണ് നമുക്ക് വർക്ക് എവിടെയാണ് ചെയ്യേണ്ടത്? അവിടേക്കാണ് എന്ത് ചെയ്യുക? ഇത് ഫോക്കസ് ചെയ്യുക എന്നും കൂടെ ഓർത്തിരിക്കുക. Which one of the modern process is suitable for welding of thicker sections in a single pass with penetration? ഏതാണ്? ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ആണ്. തിക്കർ സെക്ഷൻ വേണ്ടി ചെയ്യുക. 25 mm ആണ് നമ്മളോട് മിനിമം തിക്നെസ് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കുക. ഹൈ ടെമ്പറേച്ചർ മെറ്റൽ ലൈക്സ് കൊളംബിയം ക്യാൻ ബി ഈസിലി വെൽഡബിൾ ബൈ ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. കാരണം കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ചെയ്യുക എന്നുള്ള ഓർത്തിരിക്കുക. In plasma arc welding, dash electrode is used. Tungsten electrode. Okay. In resistant welding, if current is doubled, the heating effect becomes. എവിടെ പറഞ്ഞ മാറിപ്പോയിണ്ടോ? ഇരുപത്തഞ്ചാം തിക്നെസ് ഇലക്ട്രോൺ ബീം അല്ല, അവിടെ നമ്മൾ വേറൊരു വെൽഡിംഗ് ആണ് പഠിച്ചത്. ഏതായിരുന്നു? ESW അല്ലെ? നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ ടെക്നിക്കൽ മിസ്റ്റേക്ക് വന്നിട്ട് തോന്നുന്നു. In resistant welding, if current is doubled, the heating effect becomes. In resistant welding, if the current is doubled, അതായത് നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് അറിയാം. അവിടെ നമുക്ക് കറണ്ട് ഡബിൾ ആക്കി നോക്കുക. അപ്പൊ അവിടെ ഹീറ്റിംഗ് എഫക്റ്റിന് എന്ത് സംഭവിക്കും എന്ന് കൂടെ നോക്കാം. H is equal to I squared RT ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H is equal to I squared RT. ഹീറ്റ് കറണ്ട് ഡബിൾ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ H is equal to 2 into I square RT ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 2 square 4 ആണ്. 4 I square RT വരും. അതായത് നമ്മുടെ കറണ്ട് ഡബിൾ ആയി കഴിഞ്ഞാൽ ഹീറ്റിംഗ് എഫക്ട് എന്താവും? 4 times ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? Which type of resistant welding machine is used for continuous welding process? Which type of resistant welding machine is used for continuous welding process? ഇതാണ് seam welding machine ആയിരിക്കും ആൻസർ. The type of resistant welding in which rotating wheels are used as electrode. ഇത് തന്നെയാണ് seam welding തന്നെയാണ്. Which type of joint can be welded by seam welding process? Which type of joint can be welded by seam welding process? It's butt joint. Okay. Base metal joint by projection welding contains excessive sulfur results. Base metal joint by projection welding contains excessive sulfur results. കൂടുതൽ സൾഫർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വരും? ബ്രിട്ടിൽ വെൽഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, സീം വെൽഡിംഗ് ആണല്ലോ. സീം ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ടല്ലേ ഇത് ചെയ്യാം. ഓക്കെ, ഓക്കെ,
Base metal joint with projection welding contain excessive sulfurism, brittle weld. In flash weld welding, which metal cannot be welded? In flash weld welding, which metal cannot be welded? It's zinc. Process is dash process widely used in joining sheet metals. Dash process is widely used for joining sheet metals. Resistance welding. Spot welding is an example of resistance welding, right? Okay. Welding of copper is difficult because എന്തുകൊണ്ടാണ് ഒരു കോപ്പർ ഇതിനെ വെൽഡ് ചെയ്യുമ്പോൾ അത് ഡിഫിക്കൽട്ട് ആവുന്നത് എന്നതാണ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നമായി വരുന്നത്. Preheating a low carbon steel prior to welding minimizes the risk of dash. Preheating a low carbon steel prior to welding minimizes the risk of dash. ഏതാണ്? എക്സസീവ് ഡിസ്റ്റോർഷൻ ഉണ്ടാവാൻ സാധ്യത പ്രീഹീറ്റ് ചെയ്താൽ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന് കാരണം. What is the purpose of post heating in certain welded jobs? എന്തുകൊണ്ടാണ് ഒരെണ്ണം പോസ്റ്റ് ഹീറ്റ് ചെയ്യേണ്ടി വരുന്നത്? വെൽഡഡ് ജോബ്സിനെ പോസ്റ്റ് ഹീറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പോസ്റ്റ് ഹീറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ സഡൻ അതായത് ഒരു സംഭവം പെട്ടെന്ന് തന്നെ തണുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് സംഭവം ഒരു കൊച്ചിങ് എഫക്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും? ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും അല്ലെ? ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഒരു മാർട്ടൻസൈസ് സ്ട്രക്ചറിലേക്ക് ഇത് മാറും. ഈ മാർട്ടൻസൈസ് സ്ട്രക്ചറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താ? അത് കുറച്ചും കൂടെ ബ്രിട്ടിൽ ആയിരിക്കും. ഓക്കെ, ബ്രിട്ടിൽ നാച്ചുറൽ അല്ലെങ്കിൽ ഹാർഡ് ആൻഡ് നാച്ചുറൽ ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ട എല്ലാ വെൽഡഡ് ജോയിന്റ്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു നമ്മളൊരു സ്ഥലത്ത് വെൽഡഡ് ജോയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞ സാധനം ആവശ്യമില്ല, അല്ലെങ്കിൽ അവിടെ ഹാർഡ്നെസിന്റെ ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്? അവിടെ പോസ്റ്റ് ഹീറ്റിംഗ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് വെൽഡിംഗ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വരും, കുഴപ്പമില്ല, തെറ്റില്ല. ഓക്കെ, പോസ്റ്റ് ഹീറ്റിംഗ് റിട്ടയർസ് എ ഡാഷ് ഓഫ് വെൽഡഡ് ജോയിന്റ്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ നമുക്ക് ഓപ്ഷൻ എന്താ വരുന്നതെന്ന് നോക്കാം. എല്ലാം കണക്റ്റഡ് അല്ലേ? ആ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ടേരെ, നമുക്ക് അതിന്റെ ഓപ്ഷൻസ് വെച്ചിട്ടാണ് അത് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കേണ്ടി വരും. നമ്മുടെ PSC നമ്മുടെ കീഴിൽ വന്നിരിക്കുന്നത് ഇത് തന്നെയാണ്, തെർമൽ കണ്ടക്ടിവിറ്റി ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നോക്കൊരു മിനിറ്റ്. ക്വസ്റ്റ്യൻ വെൽഡിംഗ് ഓഫ് കോപ്പർ ഈസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഇറ്റ് ഹാസ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് തന്നെയാണ് അവിടെ ആൻസർ പറയുന്നത്. കാരണം അവിടെ തെർമലാണ് കൂടുതൽ അതിന്റെ എക്സ്പാൻഷന് കാര്യങ്ങളൊക്കെ കാരണമാവുന്നത്. നമുക്ക് എന്തുകൊണ്ട് അത് ആ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു തരാം, നമുക്ക് നോക്കാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് അറിയണമെങ്കിൽ ആ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് കിട്ടിയാൽ നമുക്കൊന്ന് നോക്കി നോക്കാം. പോസ്റ്റ് ഹീറ്റിംഗ് റിട്ടയർസ് ദ ഡാഷ് ഓഫ് വെൽഡഡ് ജോയിന്റ്. ഏതാണ്? റേറ്റ് ഓഫ് കൂളിംഗ് റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഹീറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഡാഷ് ഡിഫക്ട് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ ക്ലീനിങ് ദ ബേസ് മെറ്റൽ. ഓക്കെ, അതായത് നമ്മളൊരു ബേസ് മെറ്റൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പോറോസിറ്റി ഉണ്ടാവുന്ന നമുക്ക് കുറയാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ടു അനലൈസ് ദ വെൽഡ് ക്വാളിറ്റി വിത്തൗട്ട് ഡാമേജിങ് ദ വെൽഡ് ജോബ്സ്? ഒരു വെൽഡ് ജോബിനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? NDT ആണ്, നോൺ ഡെസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. നെയിം ദ സിംപ്ലസ്റ്റ് ടെസ്റ്റ് വിച്ച് യൂസസ് സൗണ്ട് ടു നോ ദാറ്റ് there is a crack in a weld. ഓക്കെ, അതാണ് സ്റ്റെതസ്കോപ്പിക് ടെസ്റ്റ് ആണ്. ഇപ്പൊ ഇവിടെ ഈ സിംപ്ലസ്റ്റ് മാറ്റിയിട്ട് നമ്മളൊരു നല്ലൊരു സൗണ്ട് വേവ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് മാറി അല്ലെ? അവിടെ ഏതാ വരിക? ഹൈ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏതാണ്? ദാറ്റ് ഈസ് അൾട്രാസൗണ്ട്. ഓക്കെ, ഡാഷ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു പ്രഷർ വെസൽ ടാങ്ക്സ് ആൻഡ് പൈപ്പ്ലൈൻസ് ടു ഡിറ്റർമിൻ ഇഫ് ഇറ്റ് ലീക്സ് ആർ പ്രസന്റ്. ഏതാണ്? ലീക്ക് അല്ലെങ്കിൽ പ്രഷർ ടെസ്റ്റ് ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുക. What type of test can be performed by using the magnifying glass for testing the surface welding? ഏതാണ്? വിഷ്വൽ എക്സാമിനേഷൻ ആണ്, ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ആണ്. വിഷ്വൽ എക്സാമിനേഷൻ എന്തിന്റെ ഗണത്തിലാ വരിക? NDT ആണോ DT ആണോ? ഏത് ക്രൈറ്റീരിയയിലാ വരിക? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് NDT. ഓക്കെ, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന NDT അല്ലെ? Which one of the following test makes use of sound waves of high frequency? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് യൂസ് ചെയ്യുന്നതിലാണ്. അൾട്രാസൗണ്ട് ടെസ്റ്റിലാണ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ് യൂസ് ചെയ്യാം. For high quality required job like boilers and high pressure vessels etc, the NDT test used is radiographic test. Okay,
RT ചെയ്യാൻ വേണ്ടി പോവാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. വിച്ച് മെറ്റീരിയൽ യൂസ് ടു കവർ ദ ടെസ്റ്റ് ചേംബർ ഇൻ എക്സ്റേ എക്യുപ്മെന്റ് സ്റ്റോപ്പ് ദ റേഡിയേഷൻ ഓഫ് എക്സ്റേ? ഏതാണ്? ലെഡ് കവർ. വിച്ച് ടെസ്റ്റിംഗ് മെത്തഡ് യൂസ് ടു ഡിറ്റർമിൻ സർഫേസ് ഡിഫക്ട് ആസ് വെൽ ആസ് സബ് സർഫേസ് ഡിഫക്ട്? ഏതാണ്? മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ്. അതായത് സർഫേസും സബ് സർഫേസും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ്? മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യാം. ഇനി വെറുതെ ഒരു സർഫേസിലെ ക്രാക്ക് മാത്രം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ജസ്റ്റ് സർഫേസ് ക്രാക്ക് മാത്രം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. ലിക്വിഡ് LPT യൂസ് ചെയ്താൽ മതി. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ് മെത്തഡ് യൂസ് ഇൻ ഫെറസ് മെറ്റൽസ് ഓഫ് കോഴ്സ്. ഐസോഡ് ആൻഡ് ചാർപ്പി മെഷീൻസ് ആർ റിലേറ്റഡ് ടു ടെസ്റ്റ്. ഇമ്പാക്ട് ടെസ്റ്റുമായിട്ടാണ് ഐസോഡ് ആൻഡ് ചാർപ്പി റിലേറ്റ് ചെയ്യുന്നത്. അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ടഫ്നെസ് ആണ്. ടെസ്റ്റ് പുഷ് ആൻഡ് പുൾ ലോഡ് ആൾട്ടർനേറ്റീവ്ലി ഫോർ ലോങ് പീരീഡ് അൻറ്റിൽ ദ ജോയിന്റ് ഫെയിൽസ് ആണ് എന്ത് വരുന്നത്? ഫാറ്റീഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ആൻസറിലേക്ക് വരും. ഓക്കെ, SN കർവ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, പ്രോസസ് ഇസ് ഡൺ ഓൺ സർഫേസ് സബ്ജക്ട് ടു വിയർ. ഏതാണ്? ഹാർഡ് ഫേസ്. ഹാർഡ് ഫേസിങ്, അത് മുകളിലൊരു കോട്ടിങ് ചെയ്യുന്ന കാര്യം നമ്മൾ ഹാർഡ് ഫേസിങ്, മെറ്റലൈസിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ദിവസത്തെ ഒരു ക്വിക്ക് റിവിഷൻ പ്രോഗ്രാം ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു 2 ദിവസം കൊണ്ട് ഒരു ക്വിക്ക് റിവിഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ. ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് തോന്നിയ അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് തോന്നിയ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ കണക്റ്റിംഗ് ഫാക്ട്സോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഒന്നെടുത്തു. അത് കഴിഞ്ഞ് 2 തവണ ഫുൾ റിവിഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഐ തിങ്ക് ഈ ഒരു ഫ്രഷ് അപ്പ് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? ഒരു 1 hour ഫ്രഷ് അപ്പിന് ലിമിറ്റ് ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ ഇതിന്റെ PDF ഞാൻ അയച്ചോളാം. അപ്പം ഓക്കെ, ഞാൻ അത് റില്ലോ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ എക്സാം ആശംസിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവരും വളരെ കൂളായിട്ട് പോയി ആൻസർ എഴുതുക. ബാക്കിയൊക്കെ നമുക്ക് വരുന്നോടത്ത് കാണാം. കാരണം പിന്നെ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ എക്സാം ഹാളിൽ കയറിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു കട്ട് ഓഫ് ഡിഫൈൻ ചെയ്യരുത്. ഓക്കെ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. നമ്മൾ എക്സാം ഹാളിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് ഒരു ഇത് ഡിഫൈൻ ചെയ്യരുത് ഒരിക്കലും. കാരണം അതാണ് നമുക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുക. ഓക്കെ, കാരണം നമ്മൾ വിചാരിക്കണം ഓക്കെ ഇത് 80-ന് മേലെ വരും, അത് 90-ന് മേലെ വരും. അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മളായിട്ടൊന്നും ഡിഫൈൻ ചെയ്യണ്ട. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് വരിക. ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. എവറി മാർക്ക് ഈസ് പ്രീഷ്യസ്. അപ്പൊ അത് ഓർത്തിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെഗറ്റീവ് വരാതിരിക്കാം. ഇനി 2 ആൻസർ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നിങ്ങൾക്ക് 2 ആൻസർ അറിയാം. 4 ഓപ്ഷൻസ് ഉണ്ട്. 2 ആൻസർ നിങ്ങൾക്ക് അറിയാം. ഇത് നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ നിങ്ങൾ പിന്നെ ചെയ്യാണ്ട് വിട്ടിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, അത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഇതിന് ആൻസർ ചെയ്യുക. കാരണം നിങ്ങൾ ഇതിലേക്ക് വേറെ ആൾ ചെയ്യും, അവിടെ നമ്മൾ കോമ്പറ്റീഷൻ ഔട്ട് ആവുള്ളൂ. അപ്പൊ 2 വന്നാൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. 4 അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഭാഗത്തേക്ക് ഒരു ചിന്തിക്കണം. കാരണം നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ്. നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്, എല്ലാവരുടെയും സ്ഥിതി അതായിരിക്കും എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. അവിടെ ആരാണോ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കുന്നത് അവരായിരിക്കും അവിടെ വിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നോക്കുക. അതുപോലെ തന്നെ പേനയൊക്കെ ഒരു നല്ല പേന, മീൻസ് എന്താ പറയാ, ഈ പോയിന്റ് ടിപ്പുള്ള പേനയൊക്കെ വാങ്ങാണ്ട് കുറച്ച് ജെൽ ടൈപ്പ് ഒന്നും വാങ്ങരുത്. അല്ലാതെ കുറച്ച് അല്ലാത്ത ടൈപ്പ് പേന കിട്ടും. ഓക്കെ, ഒരു ഐ തിങ്ക് 0.7 ഒക്കെ ആവുള്ളൂ. ലെക്സിന്റെ പേനയൊക്കെ വാങ്ങിയാൽ മതി. കാരണം മറ്റേത് കറക്റ്റ് പോയിന്റ് വെച്ച് ഇങ്ങനെ വരച്ചോണ്ടിരുന്ന കുറെ സമയമൊക്കെ അതിന് പോകും. അപ്പൊ അത് നോക്കുക. അതുപോലെ ബബിൾ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കാം. ആൻഡ് വെരി ഇമ്പോർട്ടന്റ് തിങ്, ഫസ്റ്റ് എക്സാം എഴുതുന്നവർ ശ്രദ്ധിക്കുക. നമ്മള് അവിടുത്തെ നമ്മളെപ്പോഴും നമ്മുടെ പ്രാക്ടീസ് ടെസ്റ്റുകളിലൊക്കെ നമ്മുടെ ഓപ്ഷൻസ് A, B, C, D എങ്ങനെയായിരുന്നു. ബട്ട് ഇൻ കേരള PSC എക്സാമിനേഷൻസ് ഇത് എങ്ങനെ ഉണ്ടാവുക, A, B, C, D എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്താണ്, നമ്മൾ മാർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് ABCD ആണെന്ന് കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നോക്കിയതിന് ശേഷം, കാരണം ചിലപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ആ നമ്പർ നോക്കിയതിന് ശേഷം മാത്രമേ എന്തിലേക്ക് പോകാവുള്ളൂ, ആൻസറിലേക്ക് പോകാവുള്ളൂ. കാരണം എന്താ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് വന്നാൽ ചിലപ്പോൾ വരിവരിയായിട്ട് ആൻസർ തരും. അതൊക്കെ എന്താ പറയാ, പ്രീവിയസ് ഹിസ്റ്ററി സോൺ എന്ന് പറയുന്നതാണ് കേട്ടോ. കാരണം ഇപ്പൊ നമ്മൾ ഒരു 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മാറി എൻട്രി ചെയ്തു എന്ന് വിചാരിക്കാം. വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്തു 11ാമത് ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി 12, 13, 14 ഒക്കെ വരിവരിയായിട്ട് തെറ്റിപ്പോ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ ലൈക്ക് KW അല്ലെങ്കിൽ വെൽഡർ ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ബുക്ക് മൊത്തം, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം വായിച്ച് പോയിട്ട് എല്ലാം അവിടെ ഒന്ന് ടിക്ക് ഇട്ട് തിരിച്ചു വന്നിട്ടൊന്നും കറപ്പിക്കാൻ നിൽക്കണ്ട. മേ ബി ഇറ്റ് വിൽ കിൽ ദ ടൈം. കാരണം പറയാൻ പറ്റില്ല.
പണ്ട് നിങ്ങൾ പഠിക്കാണ്ട് പോയ സമയത്ത് അതിനൊക്കെ സമയം ഉണ്ടാവും. ഇപ്പം അതൊന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. ഓക്കെ, പഠിച്ചിട്ട് പോകുമ്പോഴാണ് നമുക്ക് സമയത്തിന്റെ ഒക്കെ വില മനസ്സിലാവുക. 1.25 മണിക്കൂർ 75 മിനിറ്റ് 100 ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ വെൽഡിങ്ങിന് പിന്നെ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് അറിയെങ്കിൽ അപ്പൊ തന്നെ കറക്റ്റ്, ഇല്ലെങ്കിൽ പിന്നെ പ്രോബ്ലം ഒന്നും അങ്ങനെ വരാനില്ലല്ലോ. ബട്ട് അല്ലാതെ പ്രോബ്ലം ഒക്കെ കയറി വരുന്ന വർഷോക്കേഷൻ സയൻസ് കയറി വരുന്ന എക്സാമുകൾക്ക് ഒരിക്കലും നിങ്ങൾ ആ ഒരു രീതി പിന്തുടരരുത്. അത് ഭയങ്കര ഒരു റോങ് മെത്തേഡിലേക്ക് പോകും, സമയം കിട്ടാണ്ടൊക്കെ വരും. ഓക്കെ, ബബ്ലിംഗ് സ്ലൈറ്റ്ലി പുറത്തോട്ട് പോയാൽ പ്രോബ്ലം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇപ്പം അപ്പൊ നമ്മുടെ ഇപ്പോ ടെക്നിക്കൽ ബോർഡ് അങ്ങനത്തെ എക്സാമുകൾക്കൊന്നും അങ്ങനെ വലിയ പ്രശ്നം വരില്ല. കാരണം ബ്ലാക്ക് കളർ കറക്റ്റ് ഒക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്തോളും, പിക്ക് ചെയ്ത് എടുത്തോളും. പിന്നെ ഒരുപാട് പുറത്തേക്ക് പോകരുത്, മീൻസ് ആ ബൗണ്ടറി തന്നെ നിൽക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, കാരണം നമ്മളെ പുറത്തേക്ക് നമ്മൾ റിസ്ക് എടുക്കണ്ട. പിന്നെ നന്നായി പഠിച്ച് നന്നായി എഴുതിയ എക്സാം ആണെങ്കിൽ ഒരിക്കലും ബ്ലേഡ് കൊണ്ട് ചെന്താനോ കാര്യങ്ങളോ നിൽക്കരുത്. ഓക്കെ, നന്നായി നിങ്ങളിപ്പോ പണ്ട് നിങ്ങൾ കറക്കി കുത്തി എഴുതിയ സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നു. നിങ്ങളിപ്പോ പഠിച്ചു പോയ എക്സാം ആണ്. പഠിച്ചു പോയ എഴുതിയ എക്സാമില് ഇതെങ്ങനെ റിജക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ആ എക്സാം അതുപോലെ പോകും. അപ്പൊ അത് ഇനിയൊന്നും അതിന് നിൽക്കണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഒട്ടും നിർവാഹമില്ലെങ്കിൽ ഇൻവിജിലേറ്ററോടൊക്കെ ചോദിച്ചു ചെയ്തിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തതിനൊന്നും റിസൾട്ട് വരാണ്ടിരുന്നിട്ടുമില്ല. ബട്ട് ഒരു റിസ്ക് അതിലേക്ക് എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, കാരണം അത് അത്രയും പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് മാൽ പ്രാക്ടീസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. കൃഷ്ണകുമാർ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ? കോണ്ടാക്ട് നമ്പർ ഉണ്ടല്ലോ, കൃഷ്ണകുമാർ ഓൺലൈൻ ഉണ്ടോ? ഓക്കെ ഓക്കെ, ഇന്നലെ ഇപ്പൊ കുറച്ചു പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചാൻസ് കുറവാണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതി. ഞാൻ PDF അപ്ലോഡ് ചെയ്യാം. ഏതോ ഒരു ക്വസ്റ്റ്യൻ മാറ്റാനുണ്ടോ? ഒരു കീ മാറ്റാനുണ്ട്, ഞാൻ അതുകൊണ്ട് മാറ്റിയിട്ട് ചെയ്താൽ പോരെ. ഒരെണ്ണത്തിന്റെ കീ മാറ്റാണ്. ഞാൻ വെബ്സൈറ്റിലേക്ക് ഇട്ടാൽ പോരെ, വേറെ ഒന്നും ചെയ്യേണ്ടതില്ലല്ലോ. വെബ്സൈറ്റ് നിങ്ങൾ പിക്ക് ചെയ്തോളൂ അല്ലേ? അവന് മെയിൽ അയക്കണ്ടോ? നേരെ വെബ്സൈറ്റിലേക്ക്. ഓക്കെ, നമ്പർ 6238621268. അങ്ങനെ ഒരുപാട് കാലത്തെ ഒരു ഇതും കഴിഞ്ഞു അല്ലെ. ഐ തിങ്ക് തുടക്കം തൊട്ട് കൂടെ ഉണ്ടായിരുന്ന പ്രബീഷ് ഫസ്റ്റ് നമ്മൾ ആ ക്ലാസ് തുടങ്ങിയപ്പോ തൊട്ടുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട് അല്ലേ. ഓക്കെ, ലാസ്റ്റ് മന്ത് ജോയിൻ ചെയ്തവരുണ്ട്. അങ്ങനെ വരും. ഓക്കെ, നമുക്ക് എന്തായാലും എന്താ പറയുക, ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ എനിക്ക് ഒരു ബാച്ച് ഒക്കെ എടുക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാല്, ഫസ്റ്റ് ഓഫ് ഓൾ സാധാരണ നമ്മൾ ക്ലാസ് എടുക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് വെൽഡിങ്ങില് നല്ല നോളേജ് ഉള്ള ഒരുപാട് കുട്ടികളെയൊക്കെ മീൻസ് അതായത് എന്നെക്കാട്ട് ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞ വെൽഡർ എന്ന് പറയുന്ന എക്സ്പീരിയൻസ്. അതും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം പല കാര്യങ്ങളും ഇപ്പൊ സംശയങ്ങളായാലും അവരോട് ചോദിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കിട്ടുക. ഓക്കെ ഓക്കെ, ഇനി എന്തായാലും നമുക്ക് എപ്പോഴും കാണാം, എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.